സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ ജൂലൈ മാസം ആദ്യ വാരത്തിൽ എൻ്റെ ലൈസൻസ് പുതുക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ SLC ബുക്ക് തിരയുമ്പോൾ അത് കാണുന്നില്ല. ജൂലൈ അവസാനമായത് എൻ്റെ ലൈസൻസ് പുതുക്കേണ്ട ഡേറ്റാണ്. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പ് ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എവിടെയാണ് വെച്ചെന്നൊരു പിടിയില്ല. അപ്പോൾ ഞാൻ ഈ ജൂലൈ മുതൽ ഓഗസ്റ്റ് ഇവിടെ നടന്ന കുറേ കോൺക്രീറ്റ് വർക്കുകളിലൊരു സഹായമായിട്ട് ഞാൻ ടീമിൻ്റെ കൂടെ വന്നിരുന്നു. അപ്പം അതിനിടയ്ക്ക് അച്ഛനോട് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു. ഒരു ദിവസം പണിയുടെ ഇടയ്ക്ക് തന്നെ അച്ഛൻ എന്നോട് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും അച്ഛൻ 3 അടയാളങ്ങൾ എന്നോട് പറഞ്ഞു. ഒരു മേശ, ഒരു ഗ്ലാസ്സിട്ട അലമാരി, ഒരു കട്ടിൽ ഒന്ന് തിരഞ്ഞ് തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് വീട്ടിൽ പോയിട്ട് ഞാൻ കിടക്കുന്ന റൂമിൽ ഇതുമായിട്ട് ലക്ഷണമുള്ള 3 അടയാളങ്ങളിലും തപ്പി. എനിക്ക് കിട്ടിയില്ല. 2ാമത്തെ ആഴ്ചയിൽ ഞാനിവിടെ വർക്കിന് വന്നപ്പം അച്ഛനോട് പറഞ്ഞു കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനൊന്ന് ചിരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ സ്കൂളിൽ പോയി തിരയാൻ സമയം കിട്ടിയില്ല. പിന്നെ ബാക്കി വീടുകളിൽ എല്ലാ സ്ഥലത്തും തപ്പി. അപ്പോൾ ഞാൻ എൻ്റെ ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് വക്കീലിനെ കൊണ്ട് അഫിഡവിറ്റ് തയ്യാറാക്കിയിട്ട് കൊടുത്തത്. അപ്പം സ്കൂളിൽ പോയിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് കംപ്ലീറ്റ് തിരഞ്ഞ് പൂർത്തിയായത്. കഴിഞ്ഞ ആഴ്ച തിരയുമ്പം ഈ ഗ്ലാസ് ഇട്ട അലമാരിയുടെ താഴെ ഒരു മേശയ്ക്കകത്ത് ഉള്ളിലെ ഡ്രോയിൽ ഒരു കവറിനുള്ളിൽ ഭദ്രമായിട്ട് സാധനം ഉണ്ടായിരുന്നു. ഈശോയ്ക്ക് നന്ദി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലാലി അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നെ പ്രാർത്ഥനയിൽ സഹായിച്ച റാപ്സനച്ചനും 1000 നന്ദി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ നാമം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കുമുള്ള ആശ്രയമാണ്. ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന, രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമമാണ് അവിടുത്തെ നാമം. കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. ഉറക്കെ വിളിക്കാം, ഈശോയേ 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 ഈശോയേ